ലഡുവാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് കടലമാവ് ഒരു 2.5 കപ്പ് എടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം എടുക്കണം. ഇതിപ്പോൾ കടലമാവ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒട്ടും കട്ട കെട്ടരുത്. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിന് ഇത് കലക്കിയെടുക്കണം. ഇതുപോലെ ചെറിയ ഹോളുള്ള ഒരു പാത്രം വേണം. കണ്ണാപ്പയായാലും മതിയാവും. വിസ്താരമുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ പാത്രം വെച്ചിട്ട് മാവ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവും ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം. മധുരം വേണ്ടവരെ കൂടുതൽ എടുക്കുക. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കുക. കിസ്മിസും കാഷ്നട്ടും നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുക. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നൂൽ പരുവം വരെ ഇത് ഉരുക്കിയെടുക്കാം. ഈ ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഈ ഒരു പരുവത്തിലെടുക്കണം. ഇതാണ് പരുവം. ഇനി ഈ ഷുഗർ സിറപ്പിനെ ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ഇതൊരു പരന്ന ഡിഷിലേക്ക് മാറ്റി കൈ നന്നായി വാഷ് ചെയ്ത ശേഷം ഇതിനെ ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ ഉരുട്ടാം. പ്രസ് ചെയ്ത് ഉരുട്ടണം. കാഷ്നട്ടും കിസ്മിസും കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഓരോ പ്രാവശ്യം ഇത് മിക്സ് ചെയ്ത് വേണം എടുത്തിട്ട് കയ്യിലേക്ക് ഉരുട്ടാൻ. കാഷ്നട്ടും കിസ്മിസും കൂടി വെച്ച് കൊടുക്കണം. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഉരുട്ടണം. എന്നാൽ മാത്രമേ അത് ശരിയാവുള്ളൂ.
ഇത് ഉരുട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടെ തന്നെ ഉരുട്ടണം, എന്നാലേ അത് ഉരുള പിടിക്കത്തുള്ളൂ. ലഡു ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.